ടയർ തീർന്നാലും അതിന് ബ്രേക്കിംഗ് എഫക്റ്റ് സെയിം ആയിരിക്കും. ബ്രേക്കിങ്ങിലാണ് അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയിലുള്ള വാഴപ്പള്ളിയിലെ പോപ്പുലർ ടയർ കെയർ ഷോറൂമിലാണ്. സോ എന്തായിരിക്കും ഇവിടെ വന്നിരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ ഇവിടെ ഒത്തിരി ടയേഴ്സ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതിൽ ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് മിഷലിൻ ടയേഴ്സിനെ പറ്റിയിട്ടാണ്. സോ സ്ട്രെയിറ്റ് അവേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഏകദേശം ഒരു ഡെക്കേഡ് മുൻപാണ് മിഷലിൻ ഇന്ത്യയിൽ വന്നത്. വളരെ പെട്ടെന്നായിരുന്നു അവരുടെ ആ ഒരു ഡീലർഷിപ്പ് നെറ്റ്വർക്ക് വളർന്നു പന്തലിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുൻനിര ടയർ നിർമ്മാതാക്കളിൽ ഒരാളാകുവാനായിട്ട് മിഷലിന് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് ടയേഴ്സാണ് മിഷലിനുള്ളത്. കാറ്, ട്രക്ക്, ബസ്, അതുപോലെ തന്നെ ടൂ വീലർ, ഓഫ് റോഡ് ടയേഴ്സ് എന്നിങ്ങനെയുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ടയേഴ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് മിഷലിനുള്ളത്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഈ ഒരു മിഷലിൻ ടയേഴ്സിനെ പറ്റി പറയാൻ സാധിക്കുന്നത് മിഷലിൻ്റെ തന്നെ പ്രയോറിറ്റി പാർട്ണറായ പോപ്പുലർ ടയർ കെയറിലെ ഡീലർ നമ്മുടെ കൂടെയുണ്ട്. സോ നമുക്ക് എന്തായാലും ആ ഒരു ഡീലറിനോട് പോയി ബാക്കി ഈ ഒരു ടയറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നോക്കാം. സോ ഗൈസ്, ഇതാണ് പ്രതീക്ഷേട്ടനാണ് ഈ ഒരു പോപ്പുലർ ടയർ കെയറിൻ്റെ ഡീലർഷിപ്പ്. മെയിൻലി നമ്മൾ മിഷലിൻ പ്രയോറിറ്റി പാർട്ണർ എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും പ്രതീക്ഷേട്ടൻ്റെ അടുത്ത് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. പ്രതീക്ഷേട്ടാ, അപ്പോൾ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ ഒരു മിഷലിൻ ടയേഴ്സ് വൺ അമംഗ് ദ സേഫസ്റ്റ് ടയേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ടല്ലോ. സോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പറയാനുള്ള റീസൺ വരുന്നത്? മിഷലിൻ്റെ കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ടയർ പുതിയതായിരിക്കുമ്പോഴും ടയർ തീർന്നാലും അതിന് ബ്രേക്കിംഗ് എഫക്റ്റ് സെയിം ആയിരിക്കും. നമ്മൾ ഏറ്റവും നല്ല ബ്രേക്കിംഗ് കംഫോർട്ടുള്ള ടയറാണ് മിഷലിൻ. ഇന്ത്യയിൽ ഇറങ്ങുന്ന ടയറിൽ ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 ബ്രേക്കിങ്ങിലാണ് അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടയർ സൈലന്റ് ടയറാണ്. മറ്റുള്ള ടയർ നോയ്സ് ഉണ്ടാവില്ല ഇതിന്. വിൻ നോയ്സ് ഏറ്റവും കുറവുള്ള ടയറാണ് മിഷലിൻ. അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് ഫ്യൂൽ എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. ടയർ ലൈഫും മറ്റുള്ള ടയറിനെ കമ്പയർ ചെയ്യുമ്പോൾ മിഷലിൻ. അതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മിഷലിൻ തന്നെ പ്രിഫർ ചെയ്യുന്നു. വീണ്ടും കസ്റ്റമർ റിപ്പീറ്റഡ് എൻക്വയറി. വൺസ് മിഷലിൻ യൂസ് ചെയ്താൽ വീണ്ടും അവർ മിഷലിൻ തന്നെ യൂസ് ചെയ്യുള്ളൂ. അതാണ് മിഷലിൻ്റെ. ദാറ്റ്സ് ഗുഡ്. സോ നമുക്ക് എന്തായാലും അടുത്തൊരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, നമുക്ക് ഈ ഒരു പോപ്പുലർ ടയർ കെയറിൽ നമുക്കിവിടെ ഏതൊക്കെ വൈഡ് വെറൈറ്റീസ് ഓഫ് മിഷലിൻ ടയേഴ്സാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? മിഷലിൻ്റെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകുന്നത് കാർ ടയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് മുതൽ 17, 18, 19, 20 പ്രീമിയം സെഗ്മെൻറ്റ് ടയേഴ്സ് എല്ലാം മിഷലിൻ്റെ അവൈലബിൾ ആണ്. കൂടാതെ അവർ ടൂ വീലർ ടയേഴ്സിൽ എല്ലാ വാഹനങ്ങൾക്കുള്ള സ്കൂട്ടർ മുതൽ സൂപ്പർ ബൈക്സ് വരെയുള്ള ടയർ നമുക്ക് മിഷലിൻ്റെ അവൈലബിൾ ആണ്. കൂടാണ്ട് ട്രക്ക് ടയേഴ്സുകൾ, അത് ട്രക്ക് റേഡിയൽസ് ആണ് അവരുടെ വരുന്നത്. എല്ലാ ഭാരത് ബെൻസ്, അശോക്, ടാറ്റ എന്നുള്ള ട്രക്കിനുള്ള എല്ലാ ടയറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ എന്തായാലും ഒരു വൈഡ് റേഞ്ച് ഓഫ് ടയേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ടൂ വീലറിനാണെങ്കിലും ശരി, ഫോർ വീലറിനാണെങ്കിലും ട്രക്ക്, ബസ്, അങ്ങനെ എല്ലാ ഇതിനും പറ്റിയ വൈഡ് റേഞ്ച് ഓഫ് ടയേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ എന്തായാലും അടുത്ത ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഈ ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന്. കാരണം ഒരു മിഷലിൻ ടയർ യൂസ് ചെയ്ത് പോയ ആൾക്കാർ തിരിച്ച് രണ്ടാമത് നമ്മുടെ ഷോപ്പിൽ വരുമല്ലോ, നമ്മുടെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ടയർ എടുക്കാനായിട്ട്. സോ അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്താണ് മിഷലിൻ യൂസ് ചെയ്തിട്ട് അവർ പറയുന്നത്? വൺസ് മിഷലിൻ യൂസ് ചെയ്ത കസ്റ്റമർ റിപ്പീറ്റഡ് മിഷലിൻ മാത്രമേ യൂസ് ചെയ്യൂ. വേറെ ഏത് ടയർ ചോദിച്ചാലും ആ കംഫോർട്ട് ആ കസ്റ്റമർക്ക് ലഭിക്കില്ല. സോ കസ്റ്റമർ ഫുൾ 100% സാറ്റിസ്ഫൈഡ് ആണ് കസ്റ്റമർ. ഓക്കെ, എനിവേ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മിഷലിൻ ടയേഴ്സിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. സോ ഇത് മാത്രമല്ല, മിഷലിൻ ഒരു കോൺടെസ്റ്റും കൂടി നടത്തിയിരുന്നു. #RideWithMichelin എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഫേസ്ബുക്കിലും അതുപോലെ ട്വിറ്ററിലും നടത്തിയ ഒരു കോൺടെസ്റ്റ് ആണ്. സോ അതിൻ്റെ വിന്നേഴ്സിനെ നമ്മളിവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സോ അവരെ അനൗൺസ് ചെയ്തോളൂ. അതിന് 2 വിന്നേഴ്സ് ഉള്ളൂ. ഒന്ന് ഹിമാനു ഷായും രണ്ടാമത്തെ ആൾ വിനോയ്. അങ്ങനെ 2 പേരാണ് അതിൻ്റെ വിന്നേഴ്സ് ആയിട്ടുള്ളത്. സോ എനിവേ കൺഗ്രാറ്റ്സ് ഫോർ ദ വിന്നേഴ്സ്. ആൻഡ് അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഈ ഒരു കുറച്ച് സമയം, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. സോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.